മുഴുവൻ ശ്രദ്ധയും ഒരു അമ്മയിലേക്ക് കൊടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ ആളുകൾക്ക് നടക്കാനുള്ള ഈ കാൽനട യാത്രക്കാർ പോകാനുള്ള വഴിയിലൂടെ നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഇരുചക്ര വാഹനം വേഗത്തിൽ ഓടിച്ചു പോകാൻ ശ്രമിച്ച ആളെയാണ് പ്രഭാവതി അമ്മ തടഞ്ഞു നിർത്തി. ഒന്ന് കാണിക്ക് ശ്രാങ്കേ. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. വഴി ബ്ലോക്ക് ആയിരുന്നല്ലേ, സോറി. അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. അമ്മയുടെ ചങ്കറുപ്പ് ഞാൻ സമ്മതിച്ചിരുന്നു. മാത്രം ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും കാരണവശാലും ഞാൻ അനുവദിക്കില്ല. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ ഇത് അതവരെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ കാര്യമായിട്ടാണോ? അതെ. മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി, അവരിപ്പോൾ വീട്ടിലെത്തി ആദരിച്ചിരിക്കുകയാണ്. കണ്ടെത്തി അവർക്കൊരു ആദരവ് കൊടുക്കേണ്ടത് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട നമ്മുടെ ഒരു കർത്തവ്യം കൂടിയാണ്. ഏതോ വീരനായകനെ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ച കോഴിക്കോട് സ്വദേശിയായ അവനെ വിളിക്കേ. ബൈക്ക് യാത്രക്കാരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വണ്ടി കൊണ്ടുവന്ന ബൈക്ക് കൊണ്ടുവന്ന ചെയ്ത തെറ്റാണ്. ആ തെറ്റിനോട് അമ്മ പ്രതികരിച്ച രീതിയോട് എനിക്ക് ബഹുമാനമുണ്ട്. ഞാനിപ്പോ വരാം. ഞങ്ങളുടെ പോവാ. ഇതുപോലെ സിറ്റിസൺ റിയാക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ നാട് നന്നാവൂ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ശരിയാണ്, അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്ളോഗർ. ഇങ്ങനെ ഒരുപാട് വ്ളോഗ്സ് ഇട്ടതായിട്ട് കണ്ടു. ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? ഇല്ല ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ കാലിന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകും. അതിനെ കത്തിച്ച് ഇപ്പൊ കേരളം മൊത്തം വൈറലാക്കിയത്. നമ്മളിത്ര ഫേമസ് ആയ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്.